യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, പ്രഭാഷകൻ 34:29, ഒരുവൻ പ്രാർത്ഥിക്കുന്നു അപരൻ ശപിക്കുന്നു. ഒരുവൻ പ്രാർത്ഥിക്കുന്നു അപരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് കേൾക്കുക? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, മറ്റൊരുവൻ ശപിക്കുന്നു. ശപിക്കുന്നയാൾ ചിന്തിക്കുന്നു, എൻ്റെ ശാപം പോലെ ദൈവം പ്രവർത്തിക്കും, ദൈവനാമത്തിലാണ് ഞാനിത് പറയുന്നത്, ദൈവം നോക്കിക്കൊള്ളും. ഒരുവൻ ശപിച്ച് തള്ളുന്നു, ഒരാൾ നിസ്സാരമായി നിസ്സംഗനായി പ്രാർത്ഥിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് കേൾക്കുക? നമുക്ക് ഇന്ന് ഉറപ്പില്ലാത്ത കാര്യമാണ്. നമ്മളൊക്കെ ആകട്ടെ ഒരു വശത്തൂടെ പ്രാർത്ഥിക്കുന്നു, മറുവശത്തൂടെ ശപിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നാം നിരന്തരം ചോദിക്കണം, ആരുടെ ശബ്ദമാണ് കർത്താവ് കേൾക്കുന്നത്? ശപിക്കുന്നവൻ്റെയോ പ്രാർത്ഥിക്കുന്നവൻ്റെയോ? തീർച്ചയായും ദൈവസന്നിധിയിലേക്ക് നിർമ്മലമായി മനസ്സുയർത്തുന്ന പ്രാർത്ഥനയുടെ സ്വരം തന്നെ. അപ്പം നമ്മുടെ ശാപവാക്കുകളോ, നമ്മുടെ കെറിവുകളോ, വാഗ്വാദങ്ങളോ, ദൈവനാമത്തിലുള്ള പ്രഹസനങ്ങളോ ഒക്കെ മണ്ണോട് മണ്ണടിയും. ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന പ്രാർത്ഥന മാത്രമാണെന്നും ശാപം മണ്ണിലേക്കും പാതാളത്തിലേക്കുമാണെന്നും ഓർത്ത് ശാപവാക്കുകളെ പിഴുതെറിയുവാനും അനുഗ്രഹവാക്കുകളെ പ്രാവ് പോലെ പറപ്പിച്ചു വിടാനും നമുക്ക് കഴിയട്ടെ. ആമേൻ. ആമേൻ. ആമേൻ.